ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ശാന്തി അഥവാ സമാധാനത്തെക്കുറിച്ചാണ്. ഒരു ഹിന്ദി ക്രിസ്തീയ പ്രഭാഷണത്തെ അടിസ്ഥാനമാക്കി യഥാർത്ഥ സമാധാനം എന്താണെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കിയാലോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ? ഈ തിരക്കിനും ബഹളത്തിനും ഇടയ്ക്ക് എവിടെ നിന്നാണ് നമുക്ക് യഥാർത്ഥ സമാധാനം കിട്ടുന്നത്? ഇത് നമ്മളെല്ലാവരും ഇടയ്ക്കിടെ ആലോചിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഈ പ്രഭാഷണത്തിൽ നമ്മുടെ ഈ അസ്വസ്ഥതകളെ ക്ലേശം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ക്ലേശങ്ങൾക്കിടയിലും സമാധാനം കണ്ടെത്താൻ പറ്റുമോ? നമുക്ക് നോക്കാം. അപ്പോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്തായിരിക്കും? പ്രഭാഷണം നമ്മളെ കൊണ്ടുപോകുന്നത് യെശയ്യാവിന്റെ പുസ്തകത്തിലേക്കാണ്. അവിടെ പ്രവചിക്കപ്പെട്ടൊരു വ്യക്തിയുണ്ട്. സമാധാനത്തിന്റെ യഥാർത്ഥ ഉറവിടം ആ വ്യക്തിയാണെന്നാണ് ഈ പ്രഭാഷണത്തിൽ പറയുന്നത്. അപ്പോൾ ആരാണ് ഈ വ്യക്തി? അദ്ദേഹത്തെ വിളിക്കുന്നത് ശാന്തി കാ രാജ്കുമാർ, അതായത് സമാധാന പ്രഭു എന്നാണ്. യെശയ്യാവിന്റെ പുസ്തകത്തിലെ ഈയൊരു വാഗ്ദാനത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ പ്രഭാഷണത്തിലെ പ്രധാന ആശയങ്ങളെല്ലാം വരുന്നത്. അപ്പോ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യത്യാസം. അതായത് ദൈവിക സമാധാനവും നമ്മൾ സാധാരണ സംസാരിക്കുന്ന ലൗകിക സമാധാനവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇപ്പോ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോഴോ ഒരു സമാധാനം കിട്ടില്ലേ? പക്ഷെ അതൊക്കെ നമ്മുടെ സാഹചര്യങ്ങളെ ആശ്രയിച്ചാണിരിക്കുന്നത്, അല്ലേ? എന്നാൽ ഇവിടെ പറയുന്ന ദൈവിക സമാധാനം അങ്ങനെയല്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒന്നാണ്. പുറത്തെന്തു പ്രശ്നമുണ്ടെങ്കിലും അതിനെ അതൊന്നും ബാധിക്കില്ല. ശരി, അപ്പോ ഈ സമാധാനം നമ്മുടെ ഉള്ളിലാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ പുറത്തുള്ള ലോകം അങ്ങനെയല്ലല്ലോ. അവിടെ നിറയെ പ്രശ്നങ്ങളും തർക്കങ്ങളുമൊക്കെയാണ്. അപ്പോൾ ഈ ആന്തരിക സമാധാനം നമ്മുടെ ഈ പുറം ലോകത്ത് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? നമുക്ക് നോക്കാം. പ്രഭാഷണത്തിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് വെച്ചാൽ, ദൈവം കലക്കത്തിന്റെ അല്ല, സമാധാനത്തിന്റെ ദൈവമാണ്. അതുകൊണ്ട് എവിടെയാണോ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത് അവിടെ കുഴപ്പങ്ങൾക്കും ബഹളങ്ങൾക്കും സ്ഥാനമില്ല. പകരം സമാധാനവും ഒരു ചിട്ടയുമാണ് ഉണ്ടാവുക. അപ്പോ ഈ ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തില് എവിടെയൊക്കെയാണ് ശരിക്കും കാണാൻ കഴിയുക? പ്രഭാഷണത്തില് 3 പ്രധാന മേഖലകൾ എടുത്തു പറയുന്നുണ്ട്. ഒന്നാമതായി, സഭയ്ക്കുള്ളിലെ പ്രശ്നങ്ങളും ഭിന്നതകളുമൊക്കെ പരിഹരിക്കാൻ ഇത് സഹായിക്കും. രണ്ടാമതായി, സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന ക്ലേശങ്ങളെ, അതായത് ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ ഇത് ശക്തി തരും. ഇനി മൂന്നാമത്തെ കാര്യം, അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. സദൃശ്യവാക്യങ്ങളിൽ പറയുന്ന പോലെ നമുക്ക് ഈ സമാധാനമുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ശത്രുക്കളെപ്പോലും നമ്മളോട് സമാധാനത്തിലാക്കുമത്രേ. ഇനി നമുക്ക് കുറച്ചുകൂടി പേഴ്സണലായ ഒരു വിഷയത്തിലേക്ക് വരാം. നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം, എന്നാൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന ഒരിടം, നമ്മുടെ വീട്. കുടുംബത്തിൽ എങ്ങനെയാണ് ഈ സമാധാനം കൊണ്ടുവരാൻ കഴിയുക? വീട്ടിലെ സമാധാനമില്ലായ്മ എത്രത്തോളം അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഉപമ മതിയാകും. ഒന്ന് ആലോചിച്ചു നോക്കൂ. മഴക്കാലത്ത് നിർത്താതെ വെള്ളം ഇറ്റിറ്റു വീഴുന്ന ഒരു ശബ്ദം. അതുപോലെ അസ്വസ്ഥമാണ് വീട്ടിലെ കലഹങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോ വീട്ടിലെങ്ങനെയൊരു സാഹചര്യം വന്നാൽ എന്തു ചെയ്യും? ഇവിടെ പ്രഭാഷണത്തിൽ പഴയ നിയമവും പുതിയ നിയമവും പറയുന്ന കാര്യങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എടുത്ത് കാണിക്കുന്നുണ്ട്. പഴയ നിയമം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വഴക്കിൽ നിന്നങ്ങ് ഒഴിഞ്ഞുമാറുക, ഫിസിക്കലായിട്ട് തന്നെ ആ സ്ഥലത്ത് നിന്ന് പോവുക. പക്ഷെ പുതിയ നിയമം ഫോക്കസ് ചെയ്യുന്നത് വേറൊരു കാര്യത്തിലാണ്. ഒരുപക്ഷെ ബന്ധം വേർപിരിയേണ്ടി വന്നാൽ പോലും നമ്മുടെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെടുത്തരുതെന്നാണത് പറയുന്നത്. ഓക്കേ, അപ്പൊ ഈ സമാധാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ ഇതെത്ര കാലം നിലനിൽക്കും? ഒരു ദിവസമോ ഒരാഴ്ചയോ? അല്ല. ഇതിനുള്ള ഉത്തരം വളരെ പവർഫുള്ളാണ്. ഈ സമാധാനം നമ്മുടെ ജീവിതകാലം മുഴുവനുണ്ടാകും. എന്തിന്? മരണത്തിൽ പോലും അത് നമ്മളെ വിട്ടുപോകില്ലെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ പ്രായമാകുമ്പോൾ, വാർദ്ധക്യത്തിൽ, ആ സമയത്ത് നമ്മുടെയെല്ലാം ക്ഷമ കുറച്ചൊന്ന് കുറയും, അല്ലേ? ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നമായി തോന്നും. അങ്ങനെയുള്ള സമയത്ത് ഈ ആന്തരിക സമാധാനം എത്രത്തോളം പ്രധാനമാണെന്ന് പ്രഭാഷണത്തിൽ എടുത്തു പറയുന്നുണ്ട്. ആ പ്രായത്തിലും ഒരു സംതൃപ്തിയോടെ ജീവിക്കാൻ ഇത് നമ്മളെ ശരിക്കും സഹായിക്കും. മരണത്തെപ്പോലും സമാധാനത്തോടെ നേരിടാൻ കഴിയുമോ? കഴിയുമെന്നാണ് പറയുന്നത്. അതിന് ബൈബിളിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഷിമയോൻ എന്ന വ്യക്തിയുടെ കഥ. അദ്ദേഹം ഉണ്ണിയേശുവിനെ കൈകളിൽ ഏറ്റുവാങ്ങിയ ശേഷം പറഞ്ഞതെന്താണെന്നറിയുമോ? ഇനി എനിക്ക് സമാധാനത്തോടെ ഈ ലോകം വിട്ടുപോകാമെന്ന്. അതാണ് സമാധാനത്തിന്റെ ഒരു ലെവൽ. ഇനി നമ്മൾ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ്. ഒരു ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാം. കാരണം ഇതുവരെ നമ്മൾ സംസാരിച്ചത് സമാധാനം എങ്ങനെ നേടാം അല്ലെങ്കിൽ സ്വീകരിക്കാം എന്നതിനെക്കുറിച്ചാണ്. എന്നാൽ ഈ വാക്യം പറയുന്നത് മറ്റൊന്നാണ്. നമ്മൾ സമാധാനം സ്വീകരിക്കുന്നവർ മാത്രമല്ല, സമാധാനം ഉണ്ടാക്കുന്നവരായി മാറണമെന്നാണ്. അതൊരു വലിയ മാറ്റം തന്നെയല്ലേ?
അപ്പോ എന്താണ് ഒരു പീസ് മേക്കർ അഥവാ സമാധാനം ഉണ്ടാക്കുന്നയാളാവുക എന്നതിന്റെ അർത്ഥം? ഈയൊരു ചോദ്യത്തോടെയാണ് നമ്മൾ ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. വെറുതെ ഒരു ചോദ്യം ചോദിച്ചു നിർത്തുകയല്ല, ഇതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഒന്ന് ആഴത്തിൽ ചിന്തിക്കാം. ഒരുപക്ഷെ ആ ചിന്തയിൽ നിന്ന് നമുക്ക് പുതിയ ചില ഉത്തരങ്ങൾ കിട്ടിയേക്കാം.